വെൽക്കം ടു ലേണിനോ. ഇന്ന് നമ്മൾ SSC MTSന്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്, അതിൽ GK ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഹു റിസീവ്ഡ് ദ നോബൽ പ്രൈസ് ഇൻ 1901 ഫോർ റെക്കഗ്നേഷൻ ഓഫ് ദ എക്സ്ട്രാ ഓർഡിനറി സർവീസസ് റെൻഡേഡ് ബൈ ദ ഡിസ്കവറി ഓഫ് ലോസ് ഓഫ് കെമിക്കൽ ഡൈനാമിക്സ് ആൻഡ് ഓസ്മോട്ടിക് പ്രഷർ ഇൻ സൊല്യൂഷൻസ്. അപ്പം ലോസ് ഓഫ് കെമിക്കൽ ഡൈനാമിക്സും ഓസ്മോട്ടിക് പ്രഷർ ഇൻ സൊല്യൂഷൻസ് കണ്ടുപിടിച്ചതിന് ആർക്കാണ് 1901 നോബൽ പ്രൈസ് ലഭിച്ചത്? ആർക്കാണ്? ജാക്കോബസ് ഹെൻറിക്കസ് വാൻ ടി ഹോഫിനാണ് എന്ത് കിട്ടിയത്? 1901 എന്ത് കിട്ടിയത്? നോബൽ പ്രൈസ് കിട്ടിയത്. അതുപോലെ തന്നെ ഇന്ത്യയില് 1913 ആർക്കാണ്? രവീന്ദ്രനാഥ ടാഗോറിന് ഗീതാഞ്ജലി എന്ന ബുക്കിന് എന്ത് കിട്ടുന്നുണ്ട്? ഗീതാഞ്ജലി എന്ന ബുക്കിന് നമുക്ക് നോബൽ പ്രൈസ് കിട്ടുന്നുണ്ട്. ലെങ്ത് ഓഫ് ദ ബാഡ്മിന്റൺ കോർട്ട് ഫോർ സിംഗിൾസ്. ബാഡ്മിന്റൺ കോർട്ട് സിംഗിൾസിന്റെ ലെങ്ത് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എത്രയാണ്? 13.40 ബാഡ്മിന്റൺ കോർട്ടിന്റെ ലെങ്ത് എന്ന് പറയുന്നത്. 13.40. അപ്പൊ ലെങ്ത് ഓഫ് ദ ബാഡ്മിന്റൺ കോർട്ട് എന്ന് പറയുന്നതാണ് 13.40 മീറ്റർ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഹു ഈസ് ദ അഡ്മിനിസ്ട്രേറ്റീവ് ഹെഡ് ഓഫ് ദ ഇന്ത്യൻ ഓഡിറ്റ് ആൻഡ് അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെന്റ്. അപ്പം ഇന്ത്യൻ ഓഡിറ്റ് ആൻഡ് അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെന്റിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് ഹെഡ് എന്ന് പറയുന്നത് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ ആണ്. ആരാണ്? കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ ആണ്. അടുത്തത്, which of the following is the largest pan-India scheme to strengthen healthcare infrastructure across the country with focus on primary, secondary and tertiary care services? അപ്പൊ താഴെ പറയുന്നവയിൽ ഏതാണ് ലാർജസ്റ്റ് പാൻ ഇന്ത്യ സ്കീം? എന്താണ്? ടു സ്ട്രെങ്തൻ ഹെൽത്ത് കെയർ ഇൻഫ്രാസ്ട്രക്ചറിനെ സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള across the country with the focus on primary, secondary and tertiary care service എന്ന് പറയുന്നതാണ് PM ABHIM എന്ന് പറയുന്നതാണ്. ഏതാണ്? PM ABHIM എന്ന് പറയുന്നത്. അടുത്തത്, which of the following festivals is associated with the term ties of protection? ഇപ്പൊ ടൈസ് ഓഫ് പ്രൊട്ടക്ഷൻ എന്ന് പറയുന്ന ടേമുമായിട്ട് അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന ഫെസ്റ്റിവൽ ആണ് രക്ഷാബന്ധൻ. ഇപ്പൊ ടൈസ് ഓഫ് പ്രൊട്ടക്ഷൻ എന്ന് പറയുന്ന ടേം ഏത് ഫെസ്റ്റിവലുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് വെച്ചാല് രക്ഷാബന്ധനുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. അടുത്തത്, ഇൻ ഒക്ടോബർ 2021 19-year-old Dash won the silver medal at the World Wrestling Championship. അപ്പൊ സിൽവർ മെഡൽ എന്തിനു വേണ്ടിയിട്ടാണ്? വേൾഡ് റെസ്ലിംഗ് ചാമ്പ്യൻഷിപ്പിന് സിൽവർ മെഡൽ കിട്ടിയത് ആർക്കാണ്? അൻഷു മാലിക്കിനാണ്. ഒക്ടോബർ 21 19-year-old അൻഷു മാലിക് won the silver medal at the World Wrestling Championship. അൻഷു മാലിക് ആണ് അതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. അത് Dash emerged as the poorest state as per the first ever multi-dimensional poverty index prepared by Niti Aayog and launched in November 2021. അപ്പൊ എന്താണ് പൂവറസ്റ്റ് സ്റ്റേറ്റ് ഏതാണ്? as per the first ever multi-dimensional poverty index. multi-dimensional poverty index വെച്ചിട്ട് പൂവറസ്റ്റ് സ്റ്റേറ്റ് ആണ് നീതി ആയോഗ്, പ്രിപ്പയർഡ് ബൈ നീതി ആയോഗ് ആൻഡ് ലോഞ്ച് ഇൻ November 2021, ബീഹാർ. The consumption of fixed capital is known as എന്താണ്? The consumption of fixed capital is also known as depreciation. Consumption of fixed capital also known as depreciation.
അടുത്തത് the Vedic Aryans lived in the area called Sapta Sindhu, which means area drained by 7 rivers. One of the rivers among the 7 is Jalam. What was its ancient name? അപ്പൊ ഇവിടെ ചോദിച്ചിരിക്കുന്നത് ചലത്തിന്റെ ആൻഷ്യന്റ് നെയിം എന്താണെന്നാണ്. സപ്തസിന്ധു എന്ന് പറയുന്ന ഏരിയയിലാണ് വേദിക് ആര്യൻസ് ജീവിച്ചിരുന്നത്. വിച്ച് മീൻസ് ഏരിയ ഡ്രെയിൻഡ് ബൈ 7 rivers. One of the rivers among 7 is Chalam. അപ്പൊ ചലത്തിന്റെ പുരാതന പേര് വിതാസ്ത എന്നുള്ളതാണ്. ചലത്തിന്റെ പുരാതന പേരെന്താണ്? വിതാസ്ത. In Chola administration, Dash was the assembly in the villages which were inhabited predominantly by the Brahmanas. But Chola administratively, Safa was the assembly in the villages which were inhabited predominantly by the Brahmanas. Safayana and answer ആയിട്ട് വരുന്നത്. Which of the following state is not a part of the Tapti basin? താഴെ പറയുന്നതിൽ താപ്തി ബേസിന്റെ which of the following is not a part of താപ്തി ബേസിന്റെ ഭാഗമല്ലാത്തത് ഏതാണ്? രാജസ്ഥാനാണ്. രാജസ്ഥാനാണ് താപ്തി ബേസിന്റെ ഭാഗം അല്ലാത്തത്. Which of the following is used as a cooling medium for the large hadron collider and the superconducting magnets in MRI scanners and NMR spectrometers? അപ്പൊ എന്താണ് താഴെ പറയുന്നതിൽ ഏതാണ് കൂളിംഗ് മീഡിയം ഫോർ ദ ലാർജ് ഹാഡ്രോൺ കൊളൈഡർ ആൻഡ് ദ സൂപ്പർകണ്ടക്ടിംഗ് മാഗ്നറ്റ്സ് ഇൻ ദ MRI സ്കാനേഴ്സ് ആൻഡ് NMR സ്പെക്ട്രോമീറ്റേഴ്സ്? ഹീലിയം ആണ്. In 2018, Google Doodle celebrated 100th birthday of Mrinalini Sarabhai. She is an exponent of which of the following dance forms? ഭരതനാട്യമാന്റെ കഥകളി. അപ്പൊ 2018 ഗൂഗിൾ ഡൂഡിൽ എന്ത് സെലിബ്രേറ്റ് ചെയ്തു? 100th birthday of Mrinalini Sarabhai സെലിബ്രേറ്റ് ചെയ്തു. അപ്പൊ she is an exponent of which of the following dance forms? ഭരതനാട്യം ആൻഡ് കഥകളി. Bharatanatyam expresses South Indian religious themes and spiritual ideas of ഭരതനാട്യത്തില് അത് എന്തിനെ കുറിച്ചാണ്? സൗത്ത് ഇന്ത്യൻ റിലീജിയസ് തീംസ് ആൻഡ് സ്പിരിച്വൽ ഐഡിയാസ് ഓഫ് ശൈശവം. Who among the following musician is popular known as mastery over the musician instrument സിത്താർ? അപ്പൊ സിത്താറുമായിട്ട് ഫേമസ് ആയിട്ടുള്ളത് ആരാണ്? വിലായത് ഖാൻ ആണ് സിത്താറുമായിട്ട് ഫേമസ് ആയിട്ടുള്ള ഒരു മ്യൂസീഷ്യൻ എന്ന് പറയുന്നത്, വിലായത് ഖാൻ. Which of the following countries was the host of AFC Women Asia Cup Football 2022? AFC Women's Asia Cup Football 2022 ഹോസ്റ്റ് കൺട്രി ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഹോസ്റ്റ് കൺട്രി ആയിട്ട് വരുന്നത് ഇന്ത്യ ആണ്. Miss Bhakti Pradap Kulkarni was conferred with the Arjuna Award 2022 for her outstanding contribution in which of the following schools? Miss Bhakti Pradeep Kulkarni എന്ന് പറയുന്നത് അർജുന അവാർഡ് 2022 for her outstanding contribution ചെസ്സിനകത്താണ്. ഭക്തി പ്രദീപ് കുൽക്കർണി ചെസ്സുമായിട്ട് റിലേറ്റ് ചെയ്തേക്കും. Who among the following was the founder of Tiger Legion or Free India Legion? Subhash Chandra Bose. Founder of Tiger Legion or Free India Legion founder എന്ന് പറയുന്നത് സുഭാഷ് ചന്ദ്രബോസ് ആണ്. Name a reproductive strategy in which parasites take advantage of the care of other individuals of the same species or different species to raise their young. Blood parasitism.
On the basis of tribal population 2001, identify the option that arranges the following states in ascending order. മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, ഒഡീഷ. ഒഡീഷ എന്തിന്റെ ബേസിസിലാണ് അറേഞ്ച് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്? ട്രൈബൽ പോപ്പുലേഷന്റെ ഓർഡറിലാണ്. അപ്പൊ അതിനകത്ത് വരുന്നത് ഒഡീഷയാണ് കൂടുതൽ, പിന്നീട് മഹാരാഷ്ട്ര, പിന്നീട് മധ്യപ്രദേശ്. In which industrial policy was investment limit for tiny industry unit increased to 2 lakh? ഏത് വർഷമാണ് ഇൻഡസ്ട്രിയൽ പോളിസി എന്ന് പറയുന്നത്? എന്താണ് ഇൻഡസ്ട്രിയൽ ഇൻവെസ്റ്റ്മെന്റ് ഓഫ് ഇൻഡസ്ട്രിയൽ പോളിസി എന്ന് പറയുന്നത് 2 lakh വരെ ഇൻക്രീസ് ചെയ്തത്? 1980 വരെയാണ്. 1980 അതിന്റെ ആൻസർ എന്ന് പറയുന്നത്. Which scientist thought of the concept of steady state of the universe? യൂണിവേഴ്സിന്റെ സ്റ്റഡി സ്റ്റേറ്റിന്റെ കൺസെപ്റ്റ് കൊണ്ടുവന്ന യൂണിവേഴ്സിന്റെ സ്റ്റഡി സ്റ്റേറ്റിന്റെ കൺസെപ്റ്റ് കൊണ്ടുവന്ന സയന്റിസ്റ്റ് ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ്: ഹെർഡോൾഡ് ജെഫ്രി, എഡ്വിൻ ഹംബിള്, ഫ്രെഡ് ഹോയല്, പൈറി സൈമൺ ലാപ്ലാസ്. ഇങ്ങനെയാണ് അതിന്റെ ഓപ്ഷൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഇത് സ്റ്റഡി സ്റ്റേറ്റ് തിയറി കൊണ്ടുവന്നത് ഫ്രെഡ് ഹോയലാണ്. ആരാണ്? ഫ്രെഡ് ഹോയലാണ്. ബിഗ് ബാങ് തിയറി. ബിഗ് ബാങ് തിയറി എന്ന് പറയുന്നത്, ബിഗ് ബാങ് തിയറി കൊണ്ടുവന്നത് ആരാണ്? ജോർജ് ലെമൈത്രെ. ജോർജ് ലെമൈത്രെയാണ് ബിഗ് ബാങ് തിയറി കൊണ്ടുവന്നത്. സ്റ്റഡി സ്റ്റേറ്റ് തിയറി കൊണ്ടുവന്ന ആരാണ്? സ്റ്റഡി സ്റ്റേറ്റ് തിയറി കൊണ്ടുവന്നത് ഫ്രെഡ് ഹോയല്. സ്റ്റഡി സ്റ്റേറ്റ് തിയറി കൊണ്ടുവന്നത് ഫ്രെഡ് ഹോയലും ബിഗ് ബാങ് തിയറി കൊണ്ടുവന്നത് ജോർജ് ലെമൈത്രെയും ആണ്. അടുത്തത് മാച്ച് ദ കോളമാണ്. കോളം എയിൽ ക്ലാസും കോളം ബിയിൽ കോമൺ നെയിമും ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇതിനകത്ത് വരുന്നത് ക്ലോറോഫൈസി എന്ന് പറയുന്നത് ഗ്രീൻ ആൽഗയാണ് കോമൺ നെയിം എന്ന് പറയുന്നത്. അതുപോലെ ഫാലോഫൈസി എന്ന് പറയുന്നത് ബ്രൗൺ ആൽഗയും. റോഡോഫൈസിയെ വരുന്നത് റെഡ് ആൽഗയും സയാനോഫൈസിയെ വരുന്നത് ബ്ലൂ ഗ്രീൻ ആൽഗയുമാണ്. ഇപ്പൊ ക്ലോറോഫൈസിയെ വരുന്നത് ഗ്രീൻ ആൽഗെ. ക്ലോറോഫൈസിയെ വരുന്നത് ഗ്രീൻ ആൽഗയാണ്. അതുപോലെ തന്നെ ഫയോഫൈസിയെ വരുന്നത് ബ്രൗൺ ആൽഗയാണ്. റോഡോഫൈസിയെ വരുന്നത് റെഡ് ആൽഗയും സയാനോഫൈസിയെ വരുന്നത് ബ്രൗൺ ഗ്രീൻ ആൽഗയുമാണ്. അപ്പൊ എന്തൊക്കെയാണ്? ക്ലോറോഫൈസിയെ വരുന്നത് എന്താണ്? ക്ലോറോഫൈസിയെ ഗ്രീൻ ആൽഗയാണ്. ക്ലോറോഫൈസിയെ വരുന്നത് ഗ്രീൻ ആൽഗയാണ്. അതുപോലെ ഫയോഫൈസിയെ വരുന്നത് ബ്രൗൺ ആൽഗെ, റോഡോഫൈസിയെ റെഡ് ആൽഗെ, സയാനോഫൈസിയെ ബ്ലൂ ആൽഗയാണ്. ഓപ്ഷൻ 2 ആണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. Rotary system of revenue collection of India introduced by British was based on dash. Rotary revenue collection of India ബ്രിട്ടീഷുകാർ ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ്. അത് റിക്കാർഡിയൻ തിയറി ഓഫ് റെന്റ്. അത് ബന്ധപ്പെട്ടിരിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ റിക്കാർഡിയൻ തിയറി ഓഫ് റെന്റിനെയാണ് ഇത് റിലേറ്റ് ചെയ്തിരിക്കുന്നത്. ഇപ്പം നമ്മള് MDSന്റെ കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് നോക്കിയത്. ബാക്കി നമ്മൾ വേറെ സെക്ഷനിലൂടെ നോക്കുന്നതായിരിക്കും.